മുതിർന്ന നേതാക്കൾക്ക് നേർക്കുള്ള അഴിമതി ആരോപണവും മദ്യനയ അഴിമതി കേസ് മൂലമുണ്ടായ പ്രതിച്ഛായ മങ്ങലും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയെ അടുത്ത തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട്. ഹാട്രിക് അടിച്ച് ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിതിനെ വീഴ്ത്തി 2013 ഡിസംബർ അവസാനത്തോടെ ഡൽഹിയിൽ തുടക്കം കുറിച്ചതാണ് ആം ആദ്മി പാർട്ടി ഭരണം. 2025 ഫെബ്രുവരിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ആം ആദ്മിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഉത്തരം ലഭിക്കും. ഡൽഹിക്ക് പുറമെ പഞ്ചാബും പിടിച്ച് ശക്തി കേന്ദ്രമായി ആം ആദ്മി പാർട്ടി വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മദ്യനയ അഴിമതി കേസും കേന്ദ്ര സർക്കാരിന്റെ ED CBI കുരുക്കും പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത്. ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും മറ്റു ചില മന്ത്രിമാർക്കും അപ്പുറം പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാളും ഇരുമ്പഴിക്കുള്ളിലായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത് ആപ്പിന് ചെറുതല്ലാത്ത തിരിച്ചടിയായിരുന്നു. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് സന്നാഹത്തിന്റെ ഇടയിൽ കുരുങ്ങിപ്പോയ നേതാക്കൾക്കും കേന്ദ്രവും ലഫ്റ്റനന്റ് ഗവർണറും ചേർന്നുണ്ടാക്കിയ കുരുക്കുകൾ ചുവപ്പുനാടയായപ്പോഴുണ്ടായ ഭരണവിരുദ്ധ വികാരവും ആപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്ന ഭീഷണി മുതിർന്ന നേതാക്കളുടെ അറസ്റ്റ് മൂലമുണ്ടായ സഹതാപ തരംഗത്തിലൂടെ മുതലാക്കാമെന്നാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത്. അടുത്ത ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തങ്ങളുടെ സീറ്റ് ക്രമീകരണത്തിൽ ഭരണവിരുദ്ധ വികാരത്തെ തടുക്കാൻ സീറ്റ് മാറ്റി നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്. ചില MLA-മാരെ മാറ്റി നിർത്താനും പുതിയ ചിലരെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറക്കാനും ആപ്പ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. മൊത്തത്തിൽ ഒരു പുനഃക്രമീകരണമാണ് ഡൽഹിയിൽ ആപ്പിനുള്ളിൽ നടക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽപ്പെട്ട മുൻ ഉപമുഖ്യമന്ത്രിയും പത്പർഗഞ്ച് MLA-യുമായ മനീഷ് സിസോദിയയെ ജംഗ്പൂരിലേക്ക് മാറ്റിയതാണ് ആദ്യ സ്ഥാനാർത്ഥി മാറ്റിയ നിർണയങ്ങളിൽ ഒന്ന്. കഴിഞ്ഞയാഴ്ച ആം ആദ്മിയിൽ ചേർന്ന ജനപ്രിയ UPSC കോച്ചിംഗ് അധ്യാപകരും മോട്ടിവേഷണൽ സ്പീക്കറുമായ അവധ് ഓജയെ സിസോദിയയുടെ പട്ബർഗഞ്ചിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. ആം ആദ്മിയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ പട്ടികയിൽ 20 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. നിരവധി സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിയാണ് രണ്ടാം പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. 2013, 2015, 2020 വർഷങ്ങളിൽ പത്ബർഗഞ്ചിൽ നിന്ന് സിസോദിയ വിജയിച്ചിരുന്നു. ഇതിൽ 2015-ൽ 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് സിസോദിയയുടെ ഏറ്റവും വലിയ വിജയം. പക്ഷേ 2020-ൽ വെറും 3,100 വോട്ടുകൾക്ക് കഷ്ടിച്ചാണ് സിസോദിയ വിജയിച്ചത്. സിസോദിയയെ വീഴ്ത്താൻ BJP വടക്കുകിഴക്കൻ ഡൽഹി കേന്ദ്രീകരിച്ച് ഗംഭീര പ്രചാരണം നടത്തുകയും മുതിർന്ന നേതാക്കൾ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുകയും ചെയ്തപ്പോഴാണ് മന്ത്രിസഭയിലെ രണ്ടാമന് കഷ്ടപ്പെട്ട് ജയിക്കേണ്ട അവസ്ഥയായത്. ഈ സാഹചര്യം മദ്യനയ കേസിലെ ജയിൽവാസവും തിരിച്ചടിയാക്കുമെന്ന പേടിയിലാണ് മനീഷ് സിസോദിയയെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റി ആപ്പ് പരീക്ഷിക്കുന്നത്. ഡൽഹിയിലെ 11 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക നവംബർ അവസാനം ആപ്പ് പുറത്തുവിട്ടിരുന്നു. 2020-ൽ BJP-യോട് തോറ്റ 6 സീറ്റുകൾ ഉൾപ്പെടെയുള്ളവയിലെ ലിസ്റ്റാണ് ആദ്യം പുറത്തുവിട്ടത്. കിരാരി MLA ഋതുരാജ് ഗോവിന്ദ്, സീലംപൂർ MLA അബ്ദുൾ റഹ്മാൻ, മദിയാല MLA ഗുലാബ് സിംഗ് എന്നിവർക്ക് പകരം സുമേഷ് ഷോക്കിൻ, അനിൽ ഝാ, ചൗധരി സുബൈർ അഹമ്മദ് എന്നിവരെയാണ് ആപ്പ് രംഗത്തിറക്കുന്നത്. സിറ്റിംഗ് MLA-മാരുള്ള 3 സീറ്റുകളിൽ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തീരുമാനം ആം ആദ്മി ആദ്യം തന്നെ നടത്തിയത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. MLA-മാർ രാജിവെച്ച 2 സീറ്റുകൾക്ക് പുറമെയാണ് സിറ്റിംഗ് MLA-മാരെ നീക്കിയുള്ള തീരുമാനം. പോപ്പുലർ അല്ലാത്ത പാർട്ടി സർവേകളിൽ പരാജയപ്പെട്ട MLA-മാരെ നീക്കിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പാർട്ടി ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാന തെരഞ്ഞെടുപ്പിൽ 15 പുതുമുഖങ്ങളെയാണ് ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നത്. ഇക്കുറി അതിലും കൂടുതൽ പുതുമുഖങ്ങൾ മത്സര രംഗത്തിറങ്ങും. തങ്ങളുടെ പ്രമുഖ നേതാക്കൾ അഴിമതി കേസിൽ ജയിലിൽ പോയതും ജാമ്യത്തിലാണ് പുറത്തുള്ളതെന്നും ആപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തങ്ങളെ കുരുക്കിലാക്കിയതാണെന്ന് സമർത്ഥിച്ച സഹതാപ തരംഗം വിറ്റ് വോട്ടാക്കാനാണ് ആപ്പ് ശ്രമിക്കുന്നത്. BJP ആകട്ടെ ചൂലുമായി അഴിമതി തുടച്ചു നീക്കാൻ ഇറങ്ങിയവർ അഴിമതിക്കാരാണെന്ന് സമർത്ഥിച്ച് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന ജയം ആവർത്തിച്ച് നീണ്ട 26 വർഷങ്ങൾക്ക് ശേഷം കേന്ദ്രഭരണ പ്രദേശത്തിൽ സംസ്ഥാന സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. 1998-ൽ സുഷമ സ്വരാജാണ് ഡൽഹി അവസാനമായി ഭരിച്ച BJP മുഖ്യമന്ത്രി.